ജോ ആൻഡ് ജോ 18+ എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോ സംവിധാനം ചെയ്ത ബ്രോമാൻസ് കണ്ടു. തല്ലുമാലയടക്കം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് നിർമ്മാതാവായ ആഷിഖ് ഉസ്മാൻ തന്നെയാണ് ബ്രോമാൻസും നിർമ്മിച്ചിരിക്കുന്നത്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, സംഗീത് പ്രതാപ്, കലാഭവൻ ഷാജോൺ, ശ്യാം മോഹൻ, ബിനു പപ്പു എന്നിവരാണ് ബ്രോമാൻസിലെ താരങ്ങൾ. മാത്യു തോമസ് അവതരിപ്പിക്കുന്ന ഷിൻഡോ എന്ന കഥാപാത്രത്തിന്റെ ചേട്ടനായ ശ്യാം മോഹൻ ചെയ്ത ബിൻഡോയെ തേടി അലയുന്നത് ഇതിവൃത്തമാക്കിയ ഒരു ഫൺ റൈഡ് ആണ് ബ്രോമാൻസ്. ചേട്ടനെ കണ്ടുപിടിക്കാൻ ഷിൻഡോയെ സഹായിക്കുന്ന പടയാളികളായാണ് ബാക്കി എല്ലാവരും. 2-2.5 മണിക്കൂർ കൂട്ടുകാരോടും കുടുംബത്തോടുമൊപ്പം നല്ലൊരു രസികൻ വൈബിൽ കണ്ടു തീർക്കാവുന്ന ഒരു പടം. അതിലുപരി ബ്രോമാൻസിൽ മറ്റു പുതുമകൾ പ്രതീക്ഷിച്ചു പോവരുത്. ഉദ്യോഗഭരിതമായ കഥാഗതിയോ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളോ രോമാഞ്ചം നൽകുന്ന മൊമെന്റുകളോ പ്രതീക്ഷിച്ചാൽ ചെറിയൊരു നിരാശയൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും തരക്കേടില്ലാത്ത എന്റർടൈനറായ ഈ സിനിമയിലെ ഭൂരിഭാഗം കോമഡികളും വർക്കൗട്ട് ആയി എന്നൊക്കെ പറയാം. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റും തോണ്ടിയ പോലുള്ള ചില സീനുകളുടെ അതിപ്രസരം പേഴ്സണലി എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ഊഹിക്കാവുന്ന കഥാഗതി തന്നെയാണ് സിനിമയിലുള്ളത്. പക്ഷേ എഡിറ്റിംഗ്, ക്യാമറ, BGM തുടങ്ങിയ ടെക്നിക്കൽ വർക്കുകൾ മികച്ചു നിന്നത് സിനിമയുടെ താളം തെറ്റിപ്പോകാതിരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അഖിൽ ജോർജിന്റെ വിഷ്വൽ സിനിമയെ കളർഫുൾ ആക്കി. ചമ്മൻ ചാക്കയാണ് എഡിറ്റിംഗ്. ചിത്രത്തോട് ചേർന്ന രീതിയിൽ തന്നെ ഗോവിന്ദ് വസന്തയുടെ പാട്ടുകളും കൂടി വന്നു. ഒപ്പം കൊടവ വെഡ്ഡിംഗ് സോങ്ങും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മാത്യു തോമസ് അടക്കം ഒരു വെറൈറ്റി കഥാപാത്രം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വർക്കായി എന്നുള്ളത് ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ പോലെ ഇരിക്കും. അർജുൻ അശോകൻ, ഷാജോൺ, സംഗീത്, മഹിമ, ശ്യാം മോഹൻ, ബിനു പപ്പു തുടങ്ങിയവർക്ക് ഈ സിനിമ ഒരു ഈസി ഗെയിം ആയിരുന്നു തോന്നി. സോഷ്യൽ മീഡിയയിലൂടെ പരിചിതരായ അംബരീഷും ഭരത് ബൊപ്പണ്ണയും സിനിമയിൽ അവരവരുടെ റോൾ നന്നായി കൈകാര്യവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പറഞ്ഞാൽ കൂടുതൽ പ്രതീക്ഷാഭാരം ഒന്നും ചുമക്കാതെ പോയാൽ ഒരു തവണ തിയേറ്ററിൽ പോയി ചിൽ ചെയ്യാനുള്ള വകയൊക്കെ ഈ സിനിമയിലുണ്ട്. ബ്രോമാൻസിന് 10-ൽ ഒരു 7 മാർക്ക് ഞാൻ കൊടുക്കും. നിങ്ങൾ പടം കണ്ടോ? എന്താണ് നിങ്ങളുടെ റേറ്റിംഗും അഭിപ്രായവും? കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത സിനിമ കണ്ടിട്ട് വരാം.